കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. പ്രതാപനെ ഋതുവും കൂടെ ചേർന്നിട്ട് വലിയൊരു കുതന്ത്രം തന്നെ ഒപ്പിക്കുന്നുണ്ട്. സേതുവിനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളൊക്കെയാണ് നടത്തിയത്. ഋതുവിന്റെ ഒരു നെക്ലേസ് അവൾ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് പറഞ്ഞു, അതെ എന്റെ ഒരു നെക്ലേസ് കാണുന്നില്ലെന്ന് പറഞ്ഞ വലിയൊരു പ്രശ്നം തന്നെ അങ്ങനെ പൊന്നുമടത്തിലുണ്ടാക്കുവാണ്. ഈ സമയത്ത് സേതുവിനെയും ശ്രീഹരിയെയും സംശയത്തിന്റെ മുൾമുനെ നിർത്തുവാണ് പ്രതാപം വന്നിട്ട്. പക്ഷെങ്കില് പൂർണ്ണിമയ്ക്കോ അച്ഛനും അത് ഒട്ടും വിശ്വാസമില്ലെന്ന്. കാരണം സേതു അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്നറിയാം. സേതുവിന് അങ്ങനെ പണത്തോട് ആർത്തിയോ മോഹം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ സേതു പൊന്നുമടത്ത് കയറി കൂടിയാനും. ഒരിക്കലും അങ്ങനെ ഇല്ലാത്തോണ്ടല്ലേ അച്ഛന്റെ സ്വത്ത് പോലും വേണ്ടെന്ന് വെച്ച് അവൻ സ്വന്തം കാലം നിൽക്കാനായിട്ട് അവൻ ഇറങ്ങി തിരിച്ചേ. അങ്ങനെ എല്ലാരും കൂടെ സേതുവിനെ കുറ്റപ്പെടുത്തിയപ്പോ പെട്ടെന്ന് പൂർണ്ണിമ പറഞ്ഞു, വെറുതെ ഋതു നീ ആവശ്യമില്ലാത്ത കാര്യത്തെ തലയിടണ്ട. ഇത് സേതു ചെയ്തിട്ടില്ല എന്ന് പറയണ അതങ്ങനെ അമ്മയ്ക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടല്ലേ ഉണ്ടായിക്കെന്ന് ചോദിക്കാം. അച്ഛൻ പറഞ്ഞു, ഇത് ചേച്ചി അറിയാത്ത കാര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോയത്. ചേച്ചി ഒരു കാര്യം ചെയ്യാം, വെച്ചത് എവിടെയാന്ന് നല്ലതായിട്ട് ഒന്ന് പോയി നോക്ക്, പിന്നീട് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താന്ന് പറയാം. ഇത് കേട്ട പ്രധാൻ പറഞ്ഞു, ഇവനൊന്നും ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യണ്ടേ, ശരിക്കും പറഞ്ഞ പോലീസിനെ വിളിക്കേണ്ടേ, പോലീസ് വരട്ടെ, പോലീസ് വന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയണം. സേതു പറഞ്ഞു, പോലീസ് വരട്ടെ, അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നേ, എനിക്ക് എന്താ പോലീസിനെ പേടിയൊന്നുമില്ല. കാരണം തെറ്റ് ചെയ്യാത്തവന്മാര് പോലീസിനെ പേടിക്കേണ്ട കാര്യമില്ല, കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെയാണ് പോലീസിനെ പേടിക്കേണ്ടേ എന്ന് പറയാണ്. അത് നമ്മുടെ പ്രതാപനിട്ടൊരു കൊട്ടും കൂടെ ആയിരുന്നു. പ്രതാപന് മനസ്സിലായി തന്നെ മാത്രം ഉദ്ദേശിച്ച് അവന് ഇങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം. ഈ സമയം പൂർണ്ണിമ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ നിൽക്കാതെ ഒരു കാര്യം ചെയ്യാം, അകത്ത് പോയി നോക്കാൻ പറയാണ്. അങ്ങനെ എല്ലാരും അകത്തൊക്കെ നോക്കാനായിട്ട് അങ്ങോട്ട് പോവാ. ഈ സമയത്ത് ക്ഷേത്രത്തിൽ നിന്ന് മധുവും പല്ലവിയും പാറും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്ന് കയറി കഴിഞ്ഞപ്പോ തന്നെ പാറു ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. ഇന്ന് ആ രാജലക്ഷ്മി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ ചേച്ചിനെ അച്ഛനെയൊക്കെ വെല്ലുവിളിച്ചെന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വല്ലാത്ത സങ്കടമായിപ്പോയി ശോഭയ്ക്ക്. ശോഭ പറഞ്ഞു, അതെ മോളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ദേഷ്യം വരുമോന്ന് ചോദിക്കാം. എന്താമ്മേ, എന്താ കാര്യം എന്താ? അല്ല അത് പിന്നെ മോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ ഇന്ദ്രനുണ്ടല്ലോ അവൻ വീണ്ടും ഇങ്ങോട്ട് കയറി വരുമെന്ന് പറയാം. വീണ്ടും കയറി വരാൻ എന്തിന്? അല്ല മോളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യുക, എവിടെയെങ്കിലും വേറെ ഒരു ഹോസ്റ്റലോ അല്ല എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാൻ പറയണം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, എന്തിനമ്മ ഞാൻ വേറെ മാറിപ്പോയി നിൽക്കുന്നത്, ഒരു കാര്യം ചെയ്യാം, നിന്റെ ചിറ്റയുടെ വീടുണ്ടല്ലോ അവിടെ പോയി നിൽക്കാൻ പറയണം. അങ്ങോട്ടാകുമ്പോൾ പിന്നെ സേതുവിനെ വരേണ്ട കാര്യമില്ലോ എന്ന് പറയണേ. ഇവിടെ ആകുമ്പോൾ സേതു വന്നിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്റെ അമ്മേ, അങ്ങനെ ഓരോടത്തേക്ക് ഒളിച്ചോടാനൊന്നും എന്നെ കിട്ടത്തില്ല, ഞാൻ എങ്ങോട്ടും പോകാനും പോകുന്നില്ല. പിന്നെ അയാളുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കാനും പോകുന്നില്ല. എത്രയും പെട്ടെന്ന് ഡിവോഴ്സിന് കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അയാളുടെ ഒരു ഉദ്ദേശം ഒരിക്കലും നടക്കില്ലെന്ന് പറയാം. പാറു പറഞ്ഞു, ശരിയാ, പല്ലവി ചേച്ചി പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം. അല്ലെങ്കിലും ഒരു തെറ്റും ചെയ്യാതെ പല്ലവി ചേച്ചി എന്തിനാ ഒളിച്ചോടുന്നേ, അത് നമ്മുടെ വീട്ടിൽ നിന്ന്. ശോഭ പറഞ്ഞു, അത് മോളെ നിനക്കിപ്പൊ ഞാൻ പറയുന്നൊന്നും മനസ്സിലാവില്ല. അമ്മേ, വെറുതെ ചേച്ചിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മധു വന്നിട്ട് പറഞ്ഞു, അവനിങ്ങോട്ട് വരട്ടെ, അവൻ എന്താ ചെയ്യുന്ന ഓർത്തോണ്ടാ. ശോഭ പറഞ്ഞു, അതെ ഏട്ടാ, നമ്മക്കാണെങ്കിൽ അയാളെ എതിർത്ത് കേൾക്കാനുള്ള കഴിവൊന്നുമില്ല, കഴിവും ബലമൊന്നുമില്ല, അറിയാലോ. അവൻ ഭയങ്കര കോടീശനാ, എന്തേലും പ്രശ്നം വന്നാൽ പോലീസുകാർ അയാളുടെ ഒപ്പം നിൽക്കോളെന്ന് പറയാണ്. പെട്ടെന്ന് പല്ലവി പറഞ്ഞു, അങ്ങനെ എന്തേലും തോന്നലുണ്ടെങ്കിൽ അമ്മ അത് മുളയിലെങ്ങും തുള്ളിയാലേ. പിന്നെ അയാളുടെ പക്ഷത്ത് നിൽക്കും പോലും, അതെ അയാളുടെ പക്ഷത്ത് നിൽക്കാത്ത പോലീസുകാരും ഉണ്ട് നമ്മുടെ കൂടെ. അതുകൊണ്ട് അമ്മ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അതുകൊണ്ടല്ലേ ഇതിനു മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ട് പരാതി കൊടുത്തേ. എന്നിട്ടോ അയാളുടെ സ്വാധീനത്തെ അയാൾക്ക് വല്ലതും ചെയ്യാൻ കഴിഞ്ഞോ? ഒന്നും ചെയ്യാൻ കഴിഞ്ഞല്ലോ. അമ്മ അതോർത്ത് പേടിക്കണ്ടെന്ന് പറയാ. അങ്ങനെ ശോഭ അങ്ങോട്ട് ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. പല്ലവി മുറിയിലേക്ക് വന്നു. പല്ലവിക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ തോന്നി. കാരണം ഇന്നലെയും തുടങ്ങിയതല്ല, കല്യാണം കഴിഞ്ഞ അന്നു മുതലേ വെല്ലുവിളികൾ തുടങ്ങിയതാണ്. രാജലക്ഷ്മി ആണെങ്കിലും ഇന്ദ്രനാണെങ്കിലും പോകുന്ന വഴി കൂടെ അതൊക്കെ സഹിക്കാൻ പറ്റും. പക്ഷെങ്കില് സേതുവേട്ടനോട് ചെയ്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പൊറുക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല. താൻ കാരണം സേതുവേട്ടന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പല്ലവിക്ക്. പക്ഷെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സേതുവേട്ടനോട് താൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും സേതുവേട്ടന് അനുസരിക്കാനും പോകുന്നില്ല. ഈ സമയത്ത് ഇന്ദ്രന്റെ അടുത്തേക്ക് ആ പെൺകുട്ടി അങ്ങോട്ട് കരന്ന് വരുവാണ്. അവളുടെ പേരെന്താന്നും അറിയത്തില്ല. ചിലപ്പോ ഒരു പക്ഷേങ്കില് ഇന്ദ്രൻ ചതച്ച ഏതെങ്കിലും പെണ്ണായിരിക്കും. അവന് ഇഷ്ടം പോലെ പെണ്ണുങ്ങളുമായിട്ട് കമ്പനി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ പെണ്ണങ്ങോട്ട് കയറി വരുക. അങ്ങനെ ഇത്ര ധൈര്യത്തോടെ അവള് കയറി വരുന്നുണ്ട്. അപ്പൊ രാജലക്ഷ്മി വെച്ചിട്ടും ആരാ എന്താന്നൊക്കെ ചോദിക്കണം. അതെ, എനിക്ക് ഇന്ദ്രനെ കാണണം എന്ന് പറയാം. ഇന്ദ്രനെ കാണാനോ? അല്ല, നീ ഇന്ദ്രന്റെ ആരാ? അതൊക്കെ ഞാൻ ഇന്ദ്രനോട് പറഞ്ഞോളാന്ന് പറയാം. ഇത് കേട്ടാൻ രാജലക്ഷ്മി അവിടെ കിടന്ന് ഇന്ദ്രനെ വിളിക്കണം. ഇന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. അവളെ കണ്ട് ഇന്ദ്രൻ എന്ന് ഞെട്ടുന്നുണ്ട്. പെട്ടെന്ന് അവൾ പറഞ്ഞതേ, ഞാൻ ഇന്ദ്രനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നാന്ന് പറയും.
അല്ല നിനക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളതെന്ന് തോന്നും. അപ്പൊ രാജലക്ഷ്മി ചോദിച്ചു, എടാ നിനക്ക് ഇവിടെ അറിയാവുന്ന ചോദിക്കും. അറിയാമെന്ന് പറയണ. പെട്ടെന്ന് അവൾ പറഞ്ഞതേ, എനിക്ക് ഇന്ദ്രനെ കല്യാണം കഴിക്കാൻ സമ്മതമാണ്. ഇന്ദ്രന് സമ്മതമാണെ അറിയിച്ചാൽ മതി, ഞാൻ അച്ഛനോട് സംസാരിക്കാന്ന് പറയാ. ഇത് കേട്ടതും രാജലക്ഷ്മി ഒന്ന് ഞെട്ടി. രാജലക്ഷ്മി മാത്രല്ല ഇന്ദ്രൻ ഞെട്ടി. കാരണം ഇന്ദ്രന്റെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഈ വിധത്തിലായിരിക്കണം. ആ സമയത്താണ് യാതൊരു ഇതും ഇല്ലാതെ ഒരു പെണ്ണ് കയറി വന്നിട്ട് ഇങ്ങനെ പറയുന്നേ, ഇന്ദ്രനെ കല്യാണം കഴിക്കാൻ സമ്മതമെന്ന്. അതും ഇന്ദ്രന്റെ സ്വഭാവമൊക്കെ അറിഞ്ഞിട്ടാണോ ഇവളൊന്നും ഒരു ചിന്ത രാജലക്ഷ്മിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു, അതെ എനിക്ക് സമ്മതമല്ലെന്ന് പറയാ. പെട്ടെന്ന് രാജലക്ഷ്മി ചോദിച്ചു, നീ എന്ത് വർത്താനാണ് പറയണേ? അല്ലെങ്കിൽ തന്നെ നിനക്ക് അറിയാലോ, എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ കൂടെ കൂട്ടിക്കൊണ്ട് പോവാണ്. അല്ല അമ്മ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോന്നേ? അതൊക്കെ ഞാൻ പറയാം, ഇങ്ങോട്ട് വാ. അതെ ആ പെണ്ണിനെ നിനക്ക് അറിയാന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് ആ പെണ്ണ്? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നീ പല്ലവിനെ കല്യാണം കഴിച്ചിട്ട് ആകെപ്പാടെ നാണം കെട്ട് തലവണിച്ച് നിൽക്കുക. ഇനി നിനക്ക് വേറൊരു വിവാഹ ജീവിതം ഉണ്ടാകാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ നാട്ടിൽ നിന്ന് നിനക്ക് പെണ്ണ് കിട്ടണ്ടേ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, ഇവളെങ്കിൽ ഇവള് സമ്മതമൊന്നും പറയടാന്ന് പറയാണ്. ഇത് കേട്ടത് ഇന്ദ്രൻ പറഞ്ഞു, അതെ അമ്മ എന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ വരണ്ട. പറഞ്ഞു കേട്ടല്ലോ, എന്റെ മനസ്സിൽ ഇപ്പൊ പല്ലവി മാത്രമേ ഉള്ളൂ. അവളെ എങ്ങനെ തകർത്ത് തരിപ്പണമാക്കണം ഓർത്താ ഞാനിരിക്കുന്നത്. ഒരു പക്ഷേങ്കില് ഇവളുമായിട്ടുള്ള വിവാഹം നടക്കണമെങ്കിൽ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കേണ്ടി വരും. അവൾക്ക് അങ്ങനെ ഡിവോഴ്സ് കൊടുത്തിട്ട് എന്റെ വിവാഹം നടക്കണ്ട എന്ന് പറയാ. ഇത് കേട്ടതും രാജലക്ഷ്മി പറഞ്ഞു, അല്ല പിന്നെ നീ എന്താ ആ ജീവനാന്ത കാലം ഇങ്ങനെ നടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചോദിക്കും. അല്ല അതിനൊക്കെ അതിൻ്റെ സമയം ഉണ്ടമ്മേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാനത് ചെയ്തതിന് ശേഷം അമ്മ എനിക്കൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോവാ. ഈ സമയം രാജലക്ഷ്മി എന്നിട്ട് അത് മോളെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ദ്രനോടൊന്ന് സംസാരിക്കട്ടെ, ഞാൻ പിന്നീട് വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അവളെ എന്താ ഏതാണെന്നും അറിയത്തില്ല. ഇന്ദ്രന്റെ ജീവിതത്തിലേക്ക് നല്ലതിന് വേണ്ടി വന്നാണോ അതോ ഇനിയിപ്പൊ ഇന്ദ്രനെ അങ്ങനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി വന്നാണെന്നും പറയാൻ പറ്റില്ല. ഈ സമയം നെക്ലേഴ്സ് എല്ലാരും വീട്ടിലൊക്കെ നോക്കി, ഒരിടത്തും കണ്ടില്ല. അപ്പോഴാണ് പിന്നീടാണ് പൂജാരി അങ്ങോട്ട് വരുന്നത്. അപ്പൊ പൂജാരിനെ പൂർണ്ണമായി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പൂജാരി വന്ന് പ്രശ്നം വെച്ച് നോക്കണം, കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അദ്ദേഹത്തിന്. കാരണം മരണം നടന്ന വീടാണല്ലോ, ഇനിയിപ്പോ ദോഷങ്ങളൊക്കെ ഉണ്ടോന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ കർമ്മത്തിന് മുമ്പ് കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അയാളെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അങ്ങനെ അയാള് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എല്ലാരും ഉണ്ടായിരുന്നു, സേതു ശ്രീഹരി എല്ലാരും നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് അയാൾ പ്രശ്നം വെച്ചൊക്കെ നോക്കുവാണ്. കാരണം എന്തെങ്കിലും ദോഷമുണ്ടോ, ഇനിയിപ്പോ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ വേറെന്തെങ്കിലും കർമ്മങ്ങളും കൂടി ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പൂർണ്ണമ ചോദിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അയാൾ പ്രശ്നം എന്ന് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം പറയാണ്ടെന്ന് പറയാം. സേതു ഉണ്ടല്ലോ, സേതു ആണല്ലോ ഇവിടുത്തെ മൂത്തമാന്. അപ്പൊ സേതു വേണം ഇനി ഈ വീട്ടിലെ കാരണവരായിട്ട് ഈ കുടുംബത്തിൽ തന്നെ ഉണ്ടാവണം പൊന്നുമടത്തില്, എങ്കിൽ മാത്രമേ മാധവന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടത് ഋതുവും സാധ്യയും പ്രതാപനും എല്ലാം ഒന്ന് ഞെട്ടി. പെട്ടെന്ന് സേതു പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമെന്ന് പറയണം. പൂജാരി പറഞ്ഞു, അതെ ഞാൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോ കണ്ട കാര്യം അതാ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇനിയിപ്പൊ എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളാൻ പറയണം. പൂർണ്ണിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം സേതുവിനോട് പറഞ്ഞിട്ടുണ്ട്, സേതു അത് അനുസരിക്കില്ലെന്ന് അറിയാം. പ്രതാപനാണെങ്കിൽ ഭയങ്കര ദേഷ്യം. പ്രതാപൻ പറഞ്ഞു, പിന്നെ ഇവൻ എവിടെ നിന്നിട്ട് വേണോ അളിയനും അങ്ങനെ ആത്മാവിന് മോശം കിട്ടാനായിട്ട്? അതിന്റെ കാര്യമൊന്നുമില്ല എന്റെ പൂജാരി, ഇതൊക്കെ വെറുതെ അല്ലേ. ആ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാവുന്നുള്ളൂ. അങ്ങനെ മോശം കിട്ടാവുന്ന ഇരിക്കത്തില്ല. അതിന് മാത്രം തെറ്റൊന്നും എന്റെ അളിയും ചെയ്തിട്ടില്ലെന്ന് പറയാം. ഋതു പറഞ്ഞു, ശരിയാ ഇതൊക്കെ വെറുതെയാന്ന് പറയാം. പക്ഷെ പൂർണ്ണിമ പറഞ്ഞു, അതെ നിങ്ങൾ അങ്ങനെ പുച്ഛിച്ച് തള്ളായിരിക്കാൻ വരട്ടെ എന്ന് പറയണം. ഒരു കാര്യമില്ലാതെ പൂജാരി അങ്ങനെ പറയില്ലോ എന്ന് പറയാ. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഋതുവും പ്രതാപനും ഒക്കെ പരസ്പരം നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല ചക്കിനെ വെച്ചത് കൊക്കിനെ കൊണ്ടുവന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് കാര്യങ്ങള്. നെക്ലേഴ്സ് എടുത്തും ഒളിപ്പിച്ചു വെച്ച ഋതുവാന്നുള്ള കാര്യം തെളിയുന്നും കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.